ICC 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വിജയലഹരിയിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് നമുക്ക് ഈ വലിയ ആഘോഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ലോകകപ്പിന്റെ ഫൈനൽ, കോടിക്കണക്കിന് കണ്ണുകൾ ഒരേ സമയം സ്ക്രീനിലേക്ക്, സ്റ്റേഡിയങ്ങളിൽ ആയിരങ്ങൾ, വീടുകളിൽ കുടുംബങ്ങൾ, കഫേകളിൽ കൂട്ടുകാർ, എല്ലാവരും ഒരേ വികാരത്തിൽ. ഇത് വെറും ഒരു കളിയല്ല, ഒരു രാജ്യത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മടിക്കരുത്. ഇന്ന് ഈ വലിയ മാമാങ്കങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റി സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പ്രധാനമായും ഈ മാമാങ്കങ്ങളിൽ 3 ഗുണങ്ങളാണ് കാണുന്നത്. ഒന്ന്, സാമ്പത്തിക പുരോഗതി. ഒരു ക്രിക്കറ്റ് മാമാങ്കൽ നടന്നാൽ കളിക്കാർക്ക് മാത്രമല്ല കാശ് കിട്ടുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ 75 കോടിയോളം പേരാണ് കളി കണ്ടത്. പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനം, സംപ്രേഷണാവകാശം എല്ലാം കൂടി ശതകോടികളുടെ കച്ചവടം. സ്റ്റേഡിയം ചുറ്റും നടക്കുന്ന ബിസിനസ്, യാത്ര, ഭക്ഷണം എല്ലാം പുരോഗതികളാണ്. വലിയ ഇവന്റുകൾ, പെരുന്നാളുകൾ പോലെ നാട്ടിലെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്ന ശക്തിയാണ്. രണ്ടാമത്തെ ഗുണമായി ഞാൻ കാണുന്നത് മാനസിക ഉല്ലാസവും സാമൂഹിക ബന്ധവുമാണ്. പെരുന്നാൾ, ഉത്സവം, ക്രിക്കറ്റ് എല്ലാം നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു. പക്ഷേ അതിനുമപ്പുറം അവ നമ്മളെ ബന്ധിപ്പിക്കുന്നു. ശാസ്ത്രീയമായി ഒരാൾക്ക് 150 പേരിൽ കൂടുതലായി അടുത്ത ബന്ധം പുലർത്താൻ കഴിയില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വലിയ ഉത്സവങ്ങളും ലോകകപ്പ് പോലുള്ള മാമാങ്കങ്ങളും കോടിക്കണക്കിന് ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഈ ലോകകപ്പിൽ ജനങ്ങൾ ഇന്ത്യ എന്ന ദേശബോധത്തിൽ ആണ് ഒന്നിച്ചു നിന്നത്. അത് ഇതിൻ്റെ ഒരു തെളിവാണ്. മൂന്നാമത്തെ ഗുണമായി ഞാൻ കാണുന്നത് വ്യക്തിഗത അഭിമാനവും ദേശീയ ഐക്യവുമാണ്. സഞ്ജു സാംസൺ എന്ന പേരിൽ മലയാളികൾ ഒന്നിച്ചു നിന്നത് വ്യക്തിഗത അഭിമാനം ദേശീയ ഐക്യത്തിലേക്ക് മാറുന്നതിന് ഒരു ഉദാഹരണമാണ്. അർജന്റീന ഫുട്ബോളിലൂടെ ലോകത്തറിയപ്പെടുന്നത് പോലെ ഇന്ത്യയും ക്രിക്കറ്റിലൂടെ ലോകത്തിന് മുന്നിൽ തൻ്റെ ശക്തി തെളിയിക്കുന്നു. വലിയ ഇവന്റുകൾ നമ്മെ വിനോദിപ്പിക്കുന്നതിലുപരി നമ്മുടെ ദേശബോധത്തെയും വ്യക്തിഗത അഭിമാനത്തെയും ഉയർത്തുന്നു. വലിയ ഇവന്റുകൾ, ക്രിക്കറ്റ്, പെരുന്നാൾ, ഉത്സവങ്ങൾ, ഇവ നമ്മെ സന്തോഷിപ്പിക്കുന്നതിലുപരി നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ശക്തികളാണ്. അതുകൊണ്ട് നമ്മുടെ സമീപനം വെറും കാണികളായി മാറുന്നതിലല്ല, പങ്കാളികളായി ആഘോഷത്തിൻ്റെ ഭാഗമായി തീരുന്നതാണ്. കാരണം ഓരോ വലിയ ഇവന്റും നമ്മെ ഒന്നിപ്പിക്കുകയും നമ്മുടെ ദേശത്തെ ഉയർത്തുകയും ചെയ്യുന്നു. അതിനാൽ അടുത്ത ക്രിക്കറ്റ് മാമാങ്കമോ പെരുന്നാളോ വലിയൊരാഘോഷമോ വന്നാൽ വെറും കാണികളായി മാറാതെ പങ്കാളികളായി മുന്നോട്ട് വരും. നമ്മുടെ സന്തോഷം, നമ്മുടെ ദേശീയ ബോധം, നമ്മുടെ പുരോഗതി ഓൾ ബിഗിൻ വിത്ത് അവർ പാർട്ടിസിപ്പേഷൻ. ഒന്നിച്ച് ആഘോഷിക്കൂ, ഒന്നിച്ച് ഉയരൂ. കാരണം ഓരോ വലിയ ഇവന്റും നമ്മെ ഒരുമിപ്പിക്കുകയും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളികളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.